കാസർഗോഡ് പൈവളികയിൽ കാണാതായ 15-കാരിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇരുവരുടേതും ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കം. ഇതിനിടെ പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉയർത്തി. ഒരു വിഐപിയുടെ മകളായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചോദിച്ചു. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കേസ് ഡയറിയുമായി ഹാജരാകുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൈവളികയെ ഞെട്ടിച്ചാണ് കാണാതായ 15-കാരിയുടെയും അയൽവാസിയായ കൂടൽ മേർക്കള മണ്ടേക്കാപ്പ് സ്വദേശിയായ 42-കാരൻ പ്രദീപിൻ്റെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇവർക്ക് വേണ്ടി വ്യാപക തിരച്ചിൽ നടത്തി വരുന്നതിനിടെ രാവിലെയാണ് കാട്ടിനുള്ളിൽ ഒരേ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 11 രാത്രി ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിൽ നിന്നും കാണാതായത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി വീടിൻ്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴി. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി. ഇതേസമയം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെ കാണാതായതായും വിവരം ലഭിച്ചു. പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പ്രദീപിൻ്റെ മൊബൈൽ ഫോണും 12-ാം തീയതി 11 മണി വരെ ബെല്ലടിച്ച ശേഷം സ്വിച്ച് ഓഫ് ആയിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന് സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകുവാനിടയുള്ള കർണാടക മടിക്കേരിയിലെ ബന്ധുവീടുകളിലും പോലീസ് നേരത്തെ പരിശോധന നടത്തുകയുണ്ടായി. കേസുമായി ബന്ധപ്പെട്ട് 100-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഒടുവിൽ ഞായറാഴ്ച പോലീസും പ്രദേശവാസികളും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡിനെ തന്നെ വേദനയിലാഴ്ത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവമായി ഇത് മാറി. കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ദുരൂഹതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ആത്മഹത്യയെന്നാണ് പറയുന്നത്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടെ സംഭവത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമുയർത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. ഒരു വിഐപിയുടെ മകളായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചോദിച്ചു. നിയമത്തിന് മുന്നിൽ വിഐപിയും തെരുവിൽ കഴിയുന്നവരും തുല്യരെന്ന് വ്യക്തമാക്കിയ കോടതി നാളെ കേസ് ഡയറിയുമായി ഹാജരാകുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്.